ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക്കും മൈക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റും. അപ്പോൾ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മാക്രോ, ഒന്ന് മൈക്രോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മൈക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പഠിച്ചുകൂടുക. കാരണം മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാർജർ എക്കണോമിക് ഫാക്ടേഴ്സാണ്. ഇൻഫ്ലുവൻസ് എ കൺട്രീസ് ഓവറോൾ എക്കണോമി. ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന എൻവയോൺമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, മാക്രോ എക്കണോമിക് എന്ന് പറയുന്നത്. കാരണം ഇത് വലിയൊരു ബിഗ്ഗർ പിക്ചറാണ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുക. കാരണം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ലോകതലത്തിൽ തന്നെയുള്ള ഒരുപാട് ട്രെൻഡുകളെയും പോളിസികളെയും ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ഹൗ ദ എൻറ്റയർ എക്കണോമി വർക്ക്സ്. എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു സമ്പദ്ഘടന വർക്ക് ചെയ്യപ്പെടുന്നത്, ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു പീപ്പിൾ ഇൻ ജനറൽ. അതുമൂലം ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, കോമൺ ആയിട്ട് എന്താണ് അവരുടെ അവസ്ഥ, ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി എന്താണ് എന്നെല്ലാം മൊത്തത്തിൽ വരുന്ന ഒരു എൻറ്റയർ എക്കണോമിക്കൽ കണ്ടീഷനെ തന്നെയാണ് എന്ത് പറയുന്നത്, മാക്രോ എക്കണോമി എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GDP ആണ്. GDP എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകേനെയാണ് എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തത്തിലുള്ള സാധന സേവനങ്ങളുടെ ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. അപ്പോൾ GDP കൂടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ എക്കണോമിക് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി എന്നാണ്. കാരണം അവിടെ പ്രൊഡക്ഷനും ഗുഡ്സും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ അവിടെ നടന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം വരുന്നത്. രണ്ടാമത്തെ ഘടകം അതിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ്. അതായത് ഓരോ സാധന സേവനങ്ങളുടെ വില ഏത് റേറ്റിലാണോ അതിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്നത് അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ ഒരിക്കലും ഒരു ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നന്നല്ല. പകരം ഒരു ആവറേജ് ലെവലിലെ ഇൻഫ്ലേഷൻ ആണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഇൻഫ്ലേഷൻ ഒരുപാട് കൂടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മാറും എന്നുള്ളതാണ്. എല്ലാവർക്കും അത് ജീവിത ചെലവിനെ അഫക്റ്റ് ചെയ്യും, ബുദ്ധിമുട്ടിലാവും എന്നുള്ളതാണ്. പണപ്പെരുപ്പം കൂടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ പണപ്പെരുപ്പം ആവാം എന്നുള്ളതാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെൻ്റ് ആണ് അടുത്ത ഫാക്ടർ. അതായത് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ്. എല്ലാ ആളുകളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും വേണ്ട ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പം അവിടെ വരുമാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ എക്കണോമി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. അല്ല, ഹ്യൂജ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒത്തിരി പേര് തൊഴിലില്ലാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓരോ കാലാകാലങ്ങളിൽ ഇറക്കുന്ന ഇൻട്രസ്റ്റിൽ വരുന്ന റേറ്റുകളാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. നമുക്കറിയാലോ, ബാങ്കുകൾ വൻതോതിൽ വായ്പയ്ക്കുള്ള പലിശ കുറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും ബാങ്കിലേക്ക് അല്ലേ. എല്ലാവരും കടം വാങ്ങാൻ റെഡിയാവും, വാങ്ങിയ പണം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ലോ എന്ന് പറയുമ്പം ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ. ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്രയ്ക്ക് സുപ്രധാനമാണ് എന്നതാണ് പറയുന്നത്. കാരണം ഈ മേഖലയിൽ വരുന്ന ടാക്സ് എങ്ങനെയാണ്, ഗവൺമെൻറ് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ മേഖലയ്ക്ക് വേണ്ടി, എന്തൊക്കെ റൂൾസ് ഇറക്കിയിട്ടുണ്ട്, അതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ ടാക്സ് ചുമത്തുക അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സാമ്പത്തിക വളർച്ച താഴേക്കാണ് വരിക. കാരണം ആരും ഇതിലേക്ക് മുന്നോട്ട് വരാൻ റെഡിയല്ല. കാരണം ഹെവി ടാക്സ് ആണ് അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് പറയുമ്പോൾ അങ്ങോട്ട് ആരും വരില്ല. അതേസമയം ഇതെല്ലാം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലോ എക്കണോമി അവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സ് എല്ലാം ഉള്ള ആ ഒരു എൻവയോൺമെൻറ്റിനെ തന്നെയാണ് മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇത് പഠിച്ചോളൂ 3 മാർക്സിനും അതേപോലെ തന്നെ ഇത് 6 മാർക്കിനും ചോദിക്കാം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മാക്രോ എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ GDP ഉണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റുകളുണ്ട്, ഗവൺമെൻറ് പോളിസികളുണ്ട്.
ഇനി ആ ബിസിനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നതാണ് പറഞ്ഞത്. ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക് എൻവയോൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെസിഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ, ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്സസ്. ഇവിടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഡെസിഷൻസിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോ എക്കണോമിക് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിയുടെ ഏറ്റവും ചെറിയൊരു പാർട്ടിനെ മാത്രം അഫക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് 1% പർച്ചേസിങ്. ഇപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം, ഒരു സാധനം വാങ്ങണ്ടയോ വാങ്ങണോ എന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കാണിക്കുന്നതാണ് മൈക്രോ എക്കണോമിക് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെ വേണം, എൻ്റെ ബിസിനസ്സിൽ എത്ര എംപ്ലോയീസിനെ വെക്കണം, എത്ര ഫണ്ട് റേസ് ചെയ്യണം, അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ മാത്രം തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഞാൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ എത്ര ഡിമാൻഡ് എൻ്റെ പ്രൊഡക്റ്റിനുണ്ട്, എവിടെയൊക്കെ എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കാര്യങ്ങളെക്കുറിച്ച്, എത്രത്തോളം ഷോർട്ടേജ് വല്ലതും ഉണ്ടോ, ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എല്ലായിടത്തും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ, പ്രൈസ് വല്ലാതെ കൂടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൈക്രോ എക്കണോമിക്കിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ആരോടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് മറ്റുള്ള ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ബെറ്റർ പ്രൊഡക്റ്റിൻ്റെ ബേസ്ഡാണോ, അവർ നമ്മളെക്കാൾ വില കുറച്ച് കൊടുക്കുന്നുണ്ടോ, അവരേതെങ്കിലും പുതിയ സർവീസ് കൊടുക്കുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ കോമ്പറ്റീഷൻ വരാമെന്നാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പെട്ടെന്ന് കുറച്ചു എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ഓടുന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ആ കോമ്പറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളുടെ കൺസ്യൂമേഴ്സ് ആരാണ്, അവരുടെ ബിഹേവിയർ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ അവർ വില്ലിങ് ആണോ, അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ, അവർക്ക് അത്രയും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ നമ്മുടെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂമർ ബിഹേവിയർ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവരാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്, പ്രൊഡക്റ്റ് വാങ്ങണോ, എത്ര വാങ്ങണം, എത്ര കൊടുക്കാൻ അവർ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇവർ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്, എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്. ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്സിൻ്റെ പ്രൈസൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ് ഫേമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രൊഡക്റ്റിന് സപ്ലൈ, ഡിമാൻഡ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ കോസ്റ്റുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് മൈക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ, മാക്രോ, അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഘടകങ്ങൾ പഠിച്ചോളുക. പിന്നെ നമുക്ക് ചെറിയ 2-3 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. എന്താണ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോയ്സ് പറഞ്ഞാൽ എന്താ, നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്ന് ഏറ്റവും ബെറ്ററായ ഒന്നിനെ സെലക്ട് ചെയ്താണ് തിരഞ്ഞെടുക്കലാണ് ചോയ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഫ്രം അവൈലബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്, ചിലപ്പോൾ നമ്മുടെ കയ്യിലെ റിസോഴ്സ് സ്കെയേഴ്സ് ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ട്, ഞാൻ 2-3 ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചു. ഒന്ന് 800 രൂപയാണ്, ഒന്ന് 500 രൂപയാണ്, ഒന്ന് 600 രൂപയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തേ മതിയാവുള്ളൂ. കാരണം എൻ്റെ കയ്യിലുള്ള റിസോഴ്സ് ലിമിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 500 രൂപയുടെ മാത്രമാണ് എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു റീസൺ റിസോഴ്സ് സ്കെയേഴ്സ് ആയതുകൊണ്ടാണ്. റിസോഴ്സിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓൾട്ടർനേറ്റീവ് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചോയ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ ദൗർലഭ്യം ഉള്ളത് കൊണ്ടാണ്, സ്കെയേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ അത് വാങ്ങാൻ മതിയായ അളവിൽ പണമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചത് കൊണ്ടാണ് നമ്മൾ ചോയ്സ് തിരഞ്ഞെടുക്കേണ്ട ഒരു അവസരം അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചോയ്സ് എന്ന് മനസ്സിലായിക്കോളാം. പിന്നെ ഉള്ളൊരു ഇതൊക്കെ ഒരു 3 മാർക്സിന് മാത്രം വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതേപോലെ തന്നെ പഠിച്ചെഴുതിക്കോളുക. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യു ഗിവ് അപ്പ് വെൻ യു മേക്ക് എ ചോയ്സ്. നമ്മളൊരു ചോയ്സ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവിനെ നമുക്ക് ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 500 രൂപയാണ് കയ്യിലുള്ളത്. അപ്പം ഡ്രസ്സ് എടുക്കണമെങ്കിൽ 500 രൂപയുടെ ഡ്രസ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, 600-800 എടുക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡിസിഷൻ അവിടെ എടുക്കേണ്ടി വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ നമുക്കവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ ആ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സമയം, എൻജോയ്മെൻറ്റ്, ചിലവ്, അത്രയും ഘടകങ്ങൾ അതിനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ തന്നെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. യു ആർ ചൂസിങ് വൺ തിങ്, ഒരു സാധനം മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റൊന്നിനെ കളയേണ്ടി വരും ഫോർ ഗോയിങ് അനദർ.
അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് യു ഡിഡിൻ ചൂസ്, നമ്മളത് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ബട്ട് കുഡ് ഹാവ് ഗോട്ടൺ ഇഫ് യു മെയ്ഡ് എ ഡിഫറെൻറ്റ് ഡെസിഷൻ. ഒരു ഡെസിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതിനെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് യു ലൂസ് വെൻ യു മേക്ക് എ ചോയ്സ്. ഒരു ചോയ്സ്, ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുത്തിയത് അതിനെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് റാഷണൽ ചോയ്സ് എന്ന് പറയുന്നത്. റാഷണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് വെൻ പീപ്പിൾ മേക്ക് എ ഡെസിഷൻ, ചിലപ്പോൾ ആളുകൾ ചില തീരുമാനം എടുക്കുന്നത് ദേ ഡു സോ ഇൻ സച്ച് എ വേ ദാറ്റ് വിൽ ഗിവ് ദം ദ മോസ്റ്റ് ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ രണ്ടോ മൂന്നോ സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും അനുയോജ്യമായതും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നതും ഏറ്റവും ബെനിഫിറ്റ് തരുന്നതുമായ ഒന്നിനെയായിരിക്കും ഞാൻ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. അപ്പോൾ ചോയ്സ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കൽ മാത്രമാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുന്നത് ഒന്ന് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറൊന്ന് നമ്മളെ നഷ്ടപ്പെടുന്നതിൻ്റെ കോസ്റ്റാണ്. റാഷണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്സ് എന്തുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ബെനിഫിറ്റും തരുന്നത് ഏതാണ് എന്ന് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നതിനെ തന്നെയാണ് റാഷണൽ ചോയ്സ് എന്ന് പറയുന്നത്. വളരെ ലോജിക്കായിട്ട് റീസണിങ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും എന്താ പറയുക കാര്യകാരണ സഹിതം നമ്മളതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കും അവിടെ തീരുമാനം എടുക്കേണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 200 രൂപ ഉണ്ട്. ആ 200 രൂപയ്ക്ക് എനിക്ക് രണ്ട് ഓപ്ഷനുള്ളത്. ഒന്നില്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ റാഷണൽ ചോയ്സ് എടുക്കുന്നത് എപ്പോഴാണ് അറിയോ, നമുക്ക് ആ ബുക്കാണ് നമ്മുടെ അത്രയും വലിയ അത്യാവശ്യമായ ഒരു ഘടകമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പുസ്തകമാണ് വാങ്ങുക. പക്ഷെ നമുക്ക് ആ ഒരു നേരം നമുക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുക നമ്മുടെ വിശപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ റാഷണൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നതും ബെനിഫിറ്റ് തരുന്നതും എന്താണോ അതിലേക്ക് നമ്മുടെ തീരുമാനം മാറുക. അതിനാണ് റാഷണൽ ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷേ റാഷണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം ഏറ്റവും ബെസ്റ്റ് ആണെന്നോ സ്മാർട്ടസ്റ്റ് ആണോ എന്നുള്ളൊരു കാര്യമൊന്നും അവിടെ പറയാൻ പറ്റില്ല. കാരണം അത് അപ്പോഴത്തെ നമ്മുടെ ബെനിഫിറ്റും നമ്മുടെ ഹാപ്പിനെസ്സിനെയും നമ്മുടെ റിസോഴ്സൊക്കെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു തീരുമാനമാണ് റാഷണൽ ചോയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ഒരു വലിയ ടോപ്പിക്കാണ് എന്താണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പറഞ്ഞാൽ എന്താ, മത്സരം നിറഞ്ഞൊരു വിപണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കോമ്പറ്റീഷൻ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, മാർക്കറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻറ്റൻസ്, വളരെ തീവ്രമായിട്ടുള്ള കടുത്ത മത്സരം നേരിടുന്ന ഒരു സ്ഥലമാണ് എന്ത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് ആരും അതിനെ അടക്കി വാഴാനുണ്ടാവില്ല. ഡോമിനൻ്റ് പവറൊന്നും, എല്ലാവരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊക്കെ കടുത്തൊരു മത്സരം മാത്രം. ആരും ഒരു നേതാവായിട്ട് മുന്നിട്ട് നിൽക്കാനോ, എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥ, അതിനെയാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ആയിരിക്കും ആ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അത് ഓരോ സെല്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സപ്ലൈ സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഓരോ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റ് ഷെയറും വളരെ കുറവായിരിക്കും. അപ്പോൾ സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലും സെല്ല് ചെയ്യാൻ വരുന്ന ആളുടെ കുറവേ ഉണ്ടാവുള്ളൂ, ബൈ ചെയ്യാൻ വരുന്ന ആളുടെയിലും വളരെ കുറവായിട്ടായിരിക്കും ഇതിൻ്റെ ഷെയർ ഉണ്ടായിരിക്കുക. പിന്നെ ഓരോ ബയറും സെല്ലറും എങ്ങനെയായിരിക്കും, തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർ വേറെ ഒരു അൺഫെയർ കോമ്പറ്റീഷനും റൺ ചെയ്യേ അല്ലെങ്കിൽ വേറെ ഒരു കൊളാബറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. എല്ലാ ബയറും ഒറ്റയ്ക്കാണ്, എല്ലാ സെല്ലേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണ്. സെല്ലേഴ്സിനും ബയേഴ്സിനും എപ്പോൾ വേണമെങ്കിലും ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് പറയുന്നത്. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ലിക്വിഡാണ്. കാരണം കറക്റ്റ് ഈ മാർക്കറ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ്, പൈസ കൊടുക്കുക, സാധനം വാങ്ങുക, അതേ ഉള്ളൂ. അപ്പോൾ വിൽപ്പനയും വാങ്ങലും ഒക്കെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രേഡിംഗ് വോളിയം എപ്പോഴും ഹൈ ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്ര ഉണ്ട്, ആ പ്രൊഡക്റ്റ് എത്ര ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ അറിയോ, എല്ലാം ഒരേ നേച്ചറുള്ള സാധനങ്ങളായിരിക്കും. ഇപ്പോൾ വലിയൊരു മീൻ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കച്ചവടം, അല്ലെങ്കിൽ ഡ്രസ്സ്, അവിടെയൊക്കെ പോകുമ്പോൾ എന്താണ്, ഒരുപാട് കടകളുണ്ടാവും. പക്ഷേ ആ കടകളിലെ ഉൽപ്പന്നമൊക്കെ എന്താ സെയിമാ, ഹോമോജിനസ് ആയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലൊന്നും ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ടത് എന്താണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ 3 മാർക്കിനും 6 മാർക്കിനും ഒക്കെ വരാവുന്നതാണ്.
ഇനി എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ബയേഴ്സും സെല്ലേഴ്സിനും ഒക്കെ എളുപ്പത്തിൽ കടന്നു വരാനും പോകാനും ഒക്കെ പറ്റുന്ന, ആരും പ്രത്യേകിച്ച് നിയന്ത്രിക്കാനില്ലാത്ത ഒരു മാർക്കറ്റ് ആയിരിക്കും. ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനെ തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചായിരിക്കും. കാരണം നമുക്കറിയാം വളരെയധികം ഡിമാൻഡ് ഉണ്ട് പ്രൊഡക്റ്റിന്. പക്ഷെ അത് എപ്പോഴും കിട്ടാനില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്രൈസ് ഓട്ടോമാറ്റിക്കലി റൈസ് ആവും, കൂടി പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒട്ടും ഡിമാൻഡ് ഇല്ല എന്നാൽ ഇഷ്ടം പോലെ എല്ലാവരുടെയും കിട്ടാനുണ്ടെങ്കിലോ പ്രൈസ് ഡൗൺ ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും സ്വയമേവ അതിൻ്റെ ആ ഒരു പ്രൈസിനെ ബാലൻസ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. കാരണം ഡിമാൻഡും സപ്ലൈയും ഏകദേശം തുല്യമായി കൊണ്ട് പോകുന്നതിനെ തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളത്. കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടായിരിക്കുന്ന എന്തിൻ്റെ ബേസ്ഡായിരിക്കും? നമുക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെയും പ്രൈസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക. പിന്നെ അവിടെ പ്രത്യേകിച്ച് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജും ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇത് കൂടുതൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്നോവേഷൻ, പുതിയ ഐറ്റംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉണ്ടായിരിക്കും. അതുപോലെ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുക. അതേപോലെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന ആർക്ക്? കൺസ്യൂമേഴ്സിന്. അവർക്ക് ഒരുപാട് ചോയ്സുകൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലൂടെ നമ്മുടെ സോഷ്യൽ സർപ്ലസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഫേം സക്സീഡ് ഓൺലി വെൻ ദേ ആർ യൂസ് റിസോഴ്സ് ഇൻ ദ മോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. ഈ ഒരു മേഖലയിൽ ഓരോ ബിസിനസ്സും പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഫേമിന് സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ബിസിനസ് ഒക്കെ നടന്നു പോകുന്നത്? 6 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാർക്കിനൊക്കെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ അറിയോ? നല്ല മൂല്യമുള്ള സാധനങ്ങളുടെ വിൽപ്പനയാണ്, സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ബിസിനസ് നടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ദേ ആർ ഓഫറിങ് ഗുഡ് വാല്യൂ, ദേ ആർ ഫോക്കസിങ്. കാരണം കോമ്പറ്റീഷനാണ് ചുറ്റും. അതുകൊണ്ട് എൻ്റെ കയ്യിലത്തെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാളും എത്രത്തോളം എനിക്ക് ക്വാളിറ്റി വാല്യൂ കൊടുക്കാൻ പറ്റും നോക്കണം. അതേപോലെ പ്രൈസ് എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ ഒരേപോലെ ഇവിടെ പ്രൈസ് ചാർജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറൊക്കെ കുറവുള്ള ഭാഗത്തേക്ക് ഓടിപ്പോവും. എന്നാൽ തീരെ പ്രൈസ് കുറച്ചുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത് വെച്ചാലും നമുക്കവിടെ ലാഭമൊന്നും ഉണ്ടാക്കുക, നമ്മുടെ കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റാതെയായിട്ടും വരും. അപ്പോൾ ഒരു 10 കടകൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈടാക്കുന്ന ചാർജുകളും ഏകദേശം ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നല്ലോണം കൂട്ടാനോ നല്ലോണം കുറയ്ക്കാനോ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളുടെ സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റിയും ഇന്നോവേഷനും ഒക്കെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നമ്മൾ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിംഗ് നടത്തേണ്ടി വരും. കൃത്യമായി ജനങ്ങളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം എല്ലാ ഫേമുകളും ഒരേപോലെ ചെയ്തുകൊണ്ട് പോകണം. ഇങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിൽ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. കാരണം നടത്താൻ പറ്റിയവർ ഒന്ന് നമ്മൾ വില കൃത്യമായിട്ട് ഒരേ ലെവലിൽ പോയിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല വാല്യൂ ഉണ്ടായിരിക്കണം, നല്ല ഇന്നോവേഷൻ കൊണ്ടുവരണം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും കൊടുത്തിട്ടുണ്ടാവണം. കസ്റ്റമർ സർവീസ്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് കേടുവന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറും, അത് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ എന്ത് പുതിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നാലും അതിനെ ഫസ്റ്റ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, അതിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം, അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമാണ് ഈ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ബിസിനസ് നടക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് മൈക്രോ എക്കണോമിക് എന്താണ്, അതിൻ്റെ നേച്ചർ, മാക്രോ എക്കണോമിക് അതിൻ്റെ നേച്ചർ, അതേപോലെ തന്നെ 3 മാർക്സിന് മാത്രം വരുന്ന എന്താണ് ചോയ്സ്, എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, എന്താണ് റാഷണൽ ചോയ്സ്, അതേപോലെ തന്നെ ഇവിടെ 3 മാർക്കിന് എന്താണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ചോദിക്കാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നടന്നു പോകുന്നത്, അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം, അതിൻ്റെ അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എന്ത് തരത്തിലാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തിട്ടൊന്ന് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്